Nimshas kitchenലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് ഗോബി ഫ്രൈഡ് റൈസ് അഥവാ കോളിഫ്ലവർ ഉപയോഗിച്ചിട്ടുള്ള ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഗോബി ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു 20 മിനിറ്റ് നമുക്ക് വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുക്കാം. റൈസ് സോക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഈ കോളിഫ്ലവറിലേക്ക് നമുക്ക് ചൂടുള്ള വെള്ളം, അതായത് ഇപ്പോൾ അത്യാവശ്യം തിളച്ച വെള്ളം തന്നെയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് ഇതുപോലെ വെക്കുക. അതിനുശേഷം ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ഞാനിപ്പോൾ ഒരു 2.5 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്, നമ്മുടെ എരിവിനനുസരിച്ച്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 3/4 ടേബിൾ സ്പൂൺ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ മതി കേട്ടോ. ഇതിലേക്ക് ഞാനിനി 1 ടീസ്പൂൺ ഡാർക്ക് സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു തിക്കായിട്ടുള്ള ബാറ്ററായിട്ടാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. കട്ടകളൊന്നും ഇല്ലാതെ നല്ല തിക്കായിട്ട് തന്നെ ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ച കോളിഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ കോളിഫ്ലവറിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ബാറ്ററി ലൂസ് ആവുന്നുണ്ടോ, അപ്പോൾ അത് നോക്കിയിട്ട് ചേർക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു തിക്ക് ബാറ്ററാണ്, ഒരുപാട് ലൂസ് ആവരുത്. കണ്ടില്ലേ? ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വറക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഈ ഓരോ പീസസ് കോളിഫ്ലവറിൻ്റെ പീസസ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് എന്താ പറയുക, അടുപ്പിച്ചിട്ട് കൊടുക്കണ്ട, അപ്പോൾ പിന്നെ എല്ലാം കൂടി കട്ടയായിട്ട് വരും. ഇനി ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ കേട്ടോ. 2 ഭാഗവും തിരിച്ചു മറിച്ചിട്ടിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് കുറച്ചധികം വെള്ളം തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം മാത്രം റൈസ് ചേർത്താൽ മതി. ഈ കോളിഫ്ലവർ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് തന്നെ നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ ഫ്രൈ ആവട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരും. പിന്നെ കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കോൺഫ്ലവറൊക്കെ ചേർത്ത് കൊടുത്ത് കാരണം നല്ല ക്രിസ്പി തന്നെയാണ്. ഇനി നമുക്ക് കോരി മാറ്റാം. ഇനി ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് അടുത്ത ബാച്ചും ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോഴേ ഒരുപാട് തിക്കായിട്ടുള്ള കോട്ടിങ് കൊടുക്കണ്ട കേട്ടോ. പക്ഷെ എന്നാലും ചെറിയൊരു കോട്ടിങ് വേണം. ഇനി ഇത് നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, വെള്ളം തിളച്ച് വന്നിട്ട് നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഊറ്റിയെടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഈ റൈസിലേക്ക്. അതിനുശേഷം നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. റൈസ് നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായിട്ട് വരട്ടെ. പക്ഷെ വെന്ത് കുഴഞ്ഞു പോയത്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ റൈസ് ഒന്ന് കുക്കായിട്ട് വരട്ടെ. അതാ കോളിഫ്ലവറും ഫ്രൈ ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. തിരിച്ചു മറിച്ചിട്ടിട്ട് തന്നെ നമുക്കിതും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, കോളിഫ്ലവർ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ, നമുക്ക് കോരി മാറ്റാം.
ഇപ്പോൾ കണ്ടില്ലേ റൈസും കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി മുറിച്ചത് ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ചെടുത്തത് കേട്ടോ. നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരട്ടെ. ഇത് മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു സവോള നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചെടുത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നത്. സവോളയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ ആണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഞാനിതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് മുറിച്ചതാണ് ചേർക്കണത്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി മുറിച്ചത്, പിന്നെ കുറച്ച് ക്യാബേജ് മുറിച്ചത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീൻസ് ഉപയോഗിക്കാം. നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസിൽ ഉപയോഗിക്കുന്ന എല്ലാ പച്ചക്കറികളും ഇതിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഇല്ലാന്നുണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല. നമ്മുടെ കയ്യിൽ ഏതൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ പച്ചക്കറികളിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ. നമ്മളിനി സോസൊക്കെ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഇതിലേക്ക് മാത്രമായിട്ട് കുറച്ച് ചേർത്താൽ മതി. അതുപോലെ ഈ പച്ചക്കറികളും ഒരുപാട് അങ്ങോട്ട് എന്താ പറയുക വെന്ത് കുഴയണവരെ അങ്ങനെ നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ക്രഞ്ചി ആയിട്ട് തന്നെ ഇരുന്നാൽ മതി. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഈ പച്ചക്കറികളൊക്കെ ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വഴറ്റിയെടുക്കണത്. പിന്നെ എണ്ണ ഒഴിക്കുമ്പോൾ ഒരുപാട് അളവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പെട്ടെന്ന് തന്നെ കുക്കാവണ വെജിറ്റബിൾസ് തന്നെയല്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ സോയാ സോസ് കിട്ടാം. ഇപ്പോൾ ഇത് ഞാൻ ഡാർക്ക് സോയാ സോസിന് ഒഴിക്കണത്. നിങ്ങൾ ലൈറ്റ് സോയാ സോസിനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ വിനാഗിരി. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ച റൈസും കൂടി ചേർത്ത് കൊടുക്കാം. റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ. കുറച്ച് സമയം നമുക്ക് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. റൈസ് പൊട്ടിപ്പോയരുത് കേട്ടോ. താഴേന്ന് മുകളിലേക്ക് ഈ ഒരു രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയം ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെയാണ് ഈ റൈസ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. അതിനുശേഷം എല്ലാം കൂടി നല്ലപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രം നമുക്കിതിലേക്ക് വറുത്ത് വെച്ച് കോളിഫ്ലവർ ചേർത്താൽ മതി. റൈസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തീരെ പൊട്ടിയൊന്നും പോവില്ല. നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വരും. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ഗോബി ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട സ്ക്രാമ്പിൾ ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോബി ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് കറിയുടെ കൂടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സോസിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിലും കഴിക്കാം കേട്ടോ. തീരെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല റൈസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പം മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.